So hello guys, welcome back. Directed by Lokesh Kanagaraj, starring Directed by Lokesh Kanagaraj, starring Rajinikanth, പിന്നെ മ്യൂസിക് by Anirudh. കൂലി കണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ആണ് ഞാൻ പോയി കണ്ടത്. ഫസ്റ്റ് ഡേ സീറ്റ് ഇല്ലായിരുന്നു തോന്നുന്നു. മാത്രമല്ല ഫസ്റ്റ് ഡേ ക്ലാസ് ആയിരുന്നു, അതുകൊണ്ട് സെക്കൻഡ് ഡേ ആണ് ഞാൻ കണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്. ലോകേഷിൻ്റെ കരിയറിലെ ഒരു വീക്കസ്റ്റ് വണ്ണാണെന്നും എനിക്ക് പറയേണ്ടി വരും. കാരണം മുന്നേ ഇറങ്ങിയ ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഈ ഒരു ഫിലിമിൽ ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഹെയ്റ്റാണ്. ഈ ഹെയ്റ്റ് വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ ലോകേഷിൻ്റെ ഒരു ഫിലിം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ ഓവർ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് വെച്ച് ഒരു ഫിലിമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതൊരു ഫിലിം ഇറങ്ങിയാലും നമ്മൾ അതിൻ്റെ ഹൈപ്പിനെ അങ്ങ് പൊക്കി 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 കൊണ്ടുപോകും. നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ആ ഒരു ഫിലിം നല്ലൊരു ഫിലിം തന്നെ ആയിരിക്കാം. സോ വാട്ട് എവർ, ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അനിരുദ്ധ് നല്ല വൃത്തിയ പണിയെടുത്തിട്ടുണ്ട്. സോ മ്യൂസിക് ഓക്കെയാണ്, മ്യൂസിക് അടിപൊളിയാണ്. പിന്നെ ചില പോർഷൻസിൽ മ്യൂസിക് കുറച്ചങ്ങോട്ട് കയറി നിൽപ്പുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓരോ ഒരു കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, സൗബിനെ പറ്റി പറയുകയാണെങ്കിൽ സൗബിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിന് അത് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ സൗബിൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് വൺ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൺ ഈ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കണം. ലോകേഷിന് ഈ ആക്ടേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാമെന്നുള്ളൊരു ഡയറക്ടറാണെന്ന് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു നിഗമനം. പിന്നെ ക്യാമിയോ അല്ലെങ്കിൽ ഗസ്റ്റ് റോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉപേര വന്നപ്പോഴും അമീർ ഖാൻ വന്നപ്പോഴാണ് തിയേറ്റർ ഒന്ന് കുലുങ്ങിയെന്ന് വേണം പറയാൻ. അത് ഉപേരയുടെ ആ ഒരു ഇതല്ല, ഉപേരയുടെ ആ ഒരു സീനും പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടെ വന്നപ്പോഴാണ് സീൻ അങ്ങ് കത്തിയത്. പിന്നെ ഒരു ബോണസ് പോയിന്റ് തരികയാണെങ്കിൽ സൗബിൻ്റെ ആ ഒരു റോളില്ലേ, അത് സത്യം പറഞ്ഞാൽ അവർ കമ്മിറ്റ് ചെയ്തത് ആദ്യം ദിലീപിനെ ആയിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ റിജക്റ്റ് ചെയ്തപ്പോഴാണ് ഇവർ നേരെ ഫഹദ് ഫാസിലിനെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഫഹദ് റിജക്റ്റ് ചെയ്തു, പിന്നെയാണ് സൗബിനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ചധികം ഈവിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ സൗബിൻ എന്തുകൊണ്ട് യോജിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഫഹദ് ആയാലും ദിലീപ് ആയാലും ഇവരെക്കാളൊക്കെ കുറച്ചുകൂടി യോജിക്കുന്നത് ഫഹദിനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പിന്നെ ഈ ലോകേഷ് അണ്ണ പിടിക്കാത്ത ഒരു ലെവൽ സാധനം ഒക്കെ ഫിലിമിനകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാസം തന്നെ ലോകേഷിനെ ഇതുവരെ പിടിച്ച് കാണാത്ത ഒരു സംഭവമാണെങ്കിലും ഇതിനകത്ത് ഉണ്ട്. എന്നാലും വിക്രത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ കുറച്ച് അമിതമായിട്ടുണ്ടോ എന്ന് ചില ഡൗട്ടുണ്ട്. ഒരു ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോൾ ഒരു ആവറേജും, അല്ലാതെ ഒരു ഫിലിം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഗുഡ് ടു വാച്ച് മൂവി തന്നെയാണ്. പിന്നെ ഈ ത്രില്ലിങ് എലമെന്റ്സ് ഒന്നും ചിലതൊന്നും എനിക്ക് വർക്കായിട്ടില്ല, ചിലതൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നാഗാർജുന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു ഓറ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി പറയാനുള്ളത് തലൈവരെ പറ്റിയാണ്. രജനികാന്ത് എന്ന് പറയുമ്പോഴത്തേക്കും ജയിലറിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ജയിലറിൽ കുറച്ചുകൂടെ കാമായിട്ട് ഓറ ബിൽഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നുണ്ട് രജനീകാന്ത്. ഫൈറ്റ് സീനൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷേ LCU അല്ലാത്തത് കൊണ്ട് മാത്രം എന്താ പറയുക, നെഗറ്റീവ് കിട്ടിയ ഒരു ഫിലിം അല്ല. എന്നാൽ കൂടി അതും ഒരു കാരണം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് തോട്ട്സ് എന്തൊക്കെയായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്തൊക്കെയാലും പിന്നെ ഒരു ഫിലിമിൻ്റെ റിവ്യൂവോ റോസ്റ്റിങ്ങോ ഗെയിമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാണാം. ബൈ.